വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ. രാവിലെ തൊട്ട് തുടങ്ങുന്ന ജോലിയാ. ഈ വീട്ടിലാണ് ഒരു വാഷിംഗ് മെഷീൻ ഇല്ല, ഗ്രൈൻഡർ ഇല്ല, സകല ജോലി ഞാൻ ചെയ്യണം. ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു തരാൻ പറഞ്ഞപ്പോ അയാളോ എന്റെ ചാടിക്കടിക്കാൻ വരുന്നു. ഒന്ന് വരട്ടെ, ഞാൻ തുണി അലക്കുന്ന പോലെ ഇന്ന് അലക്കി ഞാൻ പിഴിയാണ്. ഗുഡ് മോർണിംഗ് മാഡം. ഹാപ്പി ആൻഡ് ഹാപ്പി കമ്പനി എന്നാണ് പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. വീട്ടമ്മമാർക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും എൻ്റെ കയ്യിലുണ്ട്. ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഗുഡ് മോർണിംഗ് സാർ. വെരി വെരി ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ഹാപ്പി ആൻഡ് ഹാപ്പി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വരികയാണ് സാർ. ഫാമിലിയായിട്ട് ഒരുപാട് ഉപകാരപ്രദമായ കുറേ പ്രൊഡക്റ്റുമായിട്ടാണ് സാർ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ഓഫറിൻ്റെ ഭാഗമായിട്ട് സാർ 50% ഓഫർ ഇട്ടാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റും കൊടുക്കുന്നത്. അപ്പോൾ സാർ ഫാമിലിയായിട്ടുള്ള സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സാറൊന്ന് ഞാൻ ബോംബെ പൂട വയ്ക്കാൻ വന്നാണ് അവിടെ. ആണോ? നീ എന്തിനാ ഈ വീട്ടിൽ തന്നെ വന്ന് കയറി? എൻ്റെ ഭാര്യ വീടൊന്നുമില്ലല്ലോ. ആണോ? ആണെങ്കിൽ നമ്മളവിടെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താ പറഞ്ഞു? ഒരുത്തം പോണ റൂട്ടിൽ വേറൊരുത്തം പോരെന്ന് പറഞ്ഞായിരുന്നോ? എന്നിട്ട് പിന്നെ നീ ഇങ്ങോട്ട് തന്നെ വലിയ കയറി വന്നതിനാ? മാറി ഞാൻ ആ ഗാന്ധി വളവിൻ്റെ അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പം മധുരയായിട്ട് നീ എൻ്റെ ഫ്രണ്ടിലേക്ക് കയറി കൂടെ ഞാൻ കണ്ടായിരുന്നാ. നെഹ്റു വളവിൻ്റെ അവിടെ വെച്ച് ഞാൻ കണ്ടില്ല. നീ ആ വഴി പോകുന്നത്, പിന്നെ നീ ഇങ്ങോട്ട് അങ്ങനെ കയറി വന്നടാ. നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ഞാനിവിടെ മുഴുവൻ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ വിട്ടിട്ട് എൻ്റെ പ്രോഡക്റ്റ് ഞാൻ വിട്ടിട്ട് പോകും. മാഡം, ഈ പെണ്ണുമ്പളക്കാണ് ചെവി കേൾക്കത്തില്ല. മാറി ഞാൻ ഡീൽ ചെയ്ത് കാണിച്ചു തരാം. ഹലോ മാഡം, ചെറുപ്പം നിലനിർത്താനുള്ള ഒരു ഉഗ്രം പ്രോഡക്റ്റുമായിട്ടാണ് മാഡം ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് നോക്കാം. ചെറുപ്പം നിലനിർത്താൻ എന്തോന്ന് പറഞ്ഞേ? ചെറുപ്പം നിലനിർത്താൻ എന്തോ പറഞ്ഞേ? ആര് പറഞ്ഞു ചെറുപ്പം നിലനിർത്താൻ? എന്തോ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു മാഡം. ഞാൻ അങ്ങനല്ലേ മാഡം പറഞ്ഞു, മൈ മിസ്റ്റേക്ക് ആണ്. പിന്നെ അതായത് ചെരുപ്പ് നിലനിർത്താനുള്ള ഒരു ഉഗ്രം പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട് മാഡം. നമ്മൾ പുതിയ ചെരുപ്പൊക്കെ മേടിക്കുമ്പോൾ എങ്ങനെ കളിച്ചാലും ഈ സ്ലാബ് തട്ടി മാറി കൂട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഒറ്റ തുള്ളി ഒഴിച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് നമുക്ക് വർഷങ്ങളോളം നിലനിർത്താൻ പറ്റും. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് മാഡം. ജസ്റ്റ് നോക്കുവാണെങ്കിൽ വേണ്ട. അല്ല, നിങ്ങൾ രണ്ടുപേരും ആരാ ഇത്? അപ്പൊ ഇത്ര നേരം ഞാൻ ഈ വഴി തലച്ചൊന്നും കേട്ടില്ലേ? അല്ലേ, എനിക്കൊരു സ്വഭാവം ഉണ്ട്. യവനും ഉണ്ട് ഒരു പൂർണ്ണ സ്വഭാവം. ഒരു കാര്യം ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ. ഞാൻ പറയായിരുന്നു മാഡത്തിന് എന്തോ സ്വഭാവം ഉണ്ടെന്ന്. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുവാണെങ്കിൽ ഇപ്പൊ പാത്രം കഴുകണേ പാത്രം കഴുകിക്കൊണ്ടേയിരിക്കും, മുറ്റം തൂക്കണം മുറ്റം തൂത്തോണ്ടേയിരിക്കും, തുണി അലക്കണേ അലക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ നുണ പറയുവാണെങ്കിൽ പറഞ്ഞോണ്ടേയിരിക്കും. മാഡം, ഞാൻ ഹാപ്പി ആൻഡ് ഹാപ്പി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വരികയാണ് മാഡം. അത് അവനെ കാണുമ്പോൾ തോന്നുന്നു ഹാപ്പി അല്ല മാഡം, ഹാപ്പി ആൻഡ് ഹാപ്പി എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വരികയാണ്. കസ്റ്റമർ ഹാപ്പിയാണ് മാഡം. ഞങ്ങളുടെ കമ്പനിയുടെ സംതൃപ്തി അതാണ്, ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി അതാണ് മാഡം. ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് മാഡം. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ തട്ടിപ്പാണ് മാഡം. തട്ടിപ്പാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു കമ്പനിയിൽ നിന്ന് വന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇവൻ തട്ടിപ്പാണെങ്കിൽ താനും തട്ടിപ്പായിരിക്കും. സോറി മാഡം, ഒരു കോൾ വരുന്നുണ്ട് മാഡം. സോറി മാഡം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം മാഡം. ഞാൻ ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തരാം സാർ. അതായത് 1700 രൂപ വരുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു സാരിയാണ് മാഡം ഇത്. അപ്പൊ ഞങ്ങളുടെ കമ്പനിയുടെ ഓഫറിന്റെ ഭാഗമായിട്ട് 70% ഡിസ്കൗണ്ട് ആണ് ഇത് കൊടുക്കുന്നത്. എനിക്കിതൊന്നും വേണ്ടത്. അങ്ങനെ പറയില്ല മാഡം, കാരണം എനിക്കൊരു പോയിന്റ് കിട്ടുന്നതാണ് മാഡം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം മാഡം. ചുമ്മാ ജസ്റ്റ് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം മാഡം. അപ്പോഴും മനസ്സിലാകും മാഡം. ജസ്റ്റ് പിടിക്കാം. മാഡം ഒന്ന് നോക്കിയാ മാഡം. മാഡം നോക്കാം മാഡം. അത് ജസ്റ്റ് ഇത് തന്നെയാണ്. അതൊന്നും ശരിയാത്ര. ഞാൻ പറഞ്ഞില്ല, എനിക്കിതൊന്നും ഇഷ്ടമല്ലാത്ത കാര്യം. ഓഫറുകളൊന്നും എനിക്ക് വേണ്ട. ജസ്റ്റ് നോക്കിയാ മാഡം. ഈ ഒരു മുന്താണ്, ഈ ഒരു സൈസ് നോക്കാം. ജസ്റ്റ് നോക്കിയാ ഇതോ? ഈ മുന്താണിയോ? അതെ മാഡം, കാണിച്ചെന്നാൽ അത് മനസ്സിലാവുന്നതാ. ഈ മുന്താണിയൊന്നും അത്ര ശരിയാവുന്നൊന്നുമില്ലല്ലോ. നല്ലതാണ് മാഡം, നല്ല രസമുണ്ടല്ലോ. ഇത് ശരിയാവുന്നില്ല. ഇത് കല്ലൊന്നും ഇല്ല, അത്ര വലിയ കല്ലൊന്നും ഇല്ല. എനിക്ക് അന്ന് ഇഷ്ടമൊന്നും അല്ല. പോകണം തുണി മാഡം. ഞാനിത് 70% ഓഫറാണ് ആക്ച്വലി. ഞാൻ ഈ ഓഫറിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എനിക്കിതൊന്നും വേണ്ട. ആണോ? മാഡത്തിന് വേണ്ടെങ്കിൽ വേണ്ട, മാഡത്തിന്റെ അനിയത്തിക്ക് കൊടുക്കാൻ പോലെ. എനിക്ക് അനിയത്തിയോ? ഇതാരാ പോയി നിൽക്കുന്നത്? ഞാൻ ഈ പിന്നെ സാരിയുടെ ഡെമോ കാണിക്കാൻ വേണ്ടിട്ട് സ്ത്രീകളെ മുമ്പ് അപമാനിച്ചില്ല. ഇതിന് ഞാൻ പകരം ചോദിക്കും. ഈ സാരിക്ക് വരെ എന്ത് ചോദിച്ചാൽ ഞാൻ തരില്ല. ഞാൻ പ്രതിഷേധിക്കും. നിങ്ങൾ പ്രതിഷേധിക്കാനേ നിയമസഭയൊന്നുമല്ല, ഒരു വീടാണ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങോട്ട് മാറാം മാഡം. ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ്. നമുക്കിപ്പം വീട്ടിൽ ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു സാധനമാണ്.
ആവി പിടിക്കുന്ന മെഷീൻ. അകത്ത് കുത്തിക്കേറ്റ് വെച്ചിരിക്കുവാണ്. ആവി പിടിക്കുന്ന മെഷീനാണ്. മാഡം അപ്പൊ തന്നെ കള്ളത്തരമാണ്. അത് ഷൂ ആണ് മാഡം, ആവി പിടിക്കുന്ന മെഷീൻ അല്ല. സോറി മാഡം, മാറിപ്പോയതാണ്. ആവി പിടിക്കുന്ന മെഷീനാണ്. അപ്പോൾ നമ്മൾ ആവി പിടിച്ചാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും? എന്ത് ഗുണമാണ് മാഡം? ആവി പിടിച്ചാൽ വെറുതെ കുറെ വിയർക്കാന്നല്ലാതെ എന്ത് ഗുണമാണ് മാഡം? ഒരു ഗുണമില്ല. അത് തന്നെയല്ല, അങ്ങനെ ആവി പിടിച്ച് കഴിയുമ്പോൾ ഇതിൽ അമിതമായ ചൂട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖം പൊള്ളാൻ സാധ്യതയുണ്ട് മാഡം. അയ്യോ, അപ്പൊ എന്റെ മുഖമൊക്കെ പൊള്ളൂ. മാഡത്തിന് മാത്രമല്ല എല്ലാവരുടെയും മുഖം പൊള്ളും. അങ്ങനെ പൊള്ളുന്ന അവസരമുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള അരട്ടി പാൽക്കായ ഈ ജസ്റ്റ് ഒന്ന് പരത്തി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ പൊള്ളലുകളും മാറും. മാഡത്തിന് വേണ്ടി ഞാൻ 30% ഓഫ് ഇട്ടാണ് ഞാൻ തരുന്നത്. മാഡം അവനെ വിശ്വസിക്കില്ല. അവൻ ആന്റിജൻ ആന്റിജനോ? ആന്റിമാർക്ക് വേണ്ടി മാത്രം ജനിച്ചത്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. ഇവനുള്ള ആന്റിജനൽ വാക്സിനെ എന്റെ കയ്യിലുണ്ട്. മാഡം ഈ നല്ല പ്രോഡക്റ്റ് ആണ്. ഞാൻ 30% ഓഫ് ഇട്ടാണ്. മാഡം അങ്ങനെയാണ് ഞാനിത് 60% ഓഫർ ഇട്ട് ഞാൻ തരും. അങ്ങനെയാണെങ്കിൽ ഞാനിത് മാഡത്തിന് വേണ്ടി മാത്രം ഞാനിത് 80% ഓഫ് ഇട്ട് ഞാൻ തരും. തരുമോ? എങ്ങനെയാണ് മാഡം? മാഡത്തിന് വേണ്ടി മാത്രം ഞാനിത് 90% കിഴിച്ചു. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് 100% ഓഫ് ഇട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ മാഡത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും. എടുത്തോ. അങ്ങനെയാണെങ്കിൽ ഞാനിത് മാഡത്തിന് ജസ്റ്റ് ഫ്രീ ആയിട്ട് തരികയാണ്. ഫ്രീ ആയിട്ട് ഇത് കണ്ടോ? അങ്ങനെയാണെങ്കിൽ മാഡം ഇതിനകത്തുള്ള ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് എടുത്തോ മാഡം. ഇതിനകത്തുള്ള എടുത്തോ? എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ഐറ്റം കൂടെ ഞാൻ ഫ്രീ ആയിട്ട് മാഡത്തിന് ഞാൻ തരികയാണ്. ഇതോ? അതെ അതെ. അങ്ങനെയാണെങ്കിൽ മാഡം ഈ ബാഗ് കൂടെ എടുത്തോളൂ ഫ്രീ ആയിട്ട്. അയ്യോ, ഇതെല്ലാം കൂടെ. അല്ല, അങ്ങനെയാണെങ്കിലേ ഈ ബാഗ് കൂടെ മാഡം ഫ്രീ ആയിട്ട് എടുത്തോ. ഇത് രണ്ടും ഞാൻ എടുത്തോളാം. എടുത്തു. എല്ലാം ഫ്രീ ആയിട്ട് എടുത്തോ. കച്ചവടം നടക്കട്ടെ മാഡം. അതാണ് എന്റെ കച്ചവടം നടക്കട്ടെ. കണ്ടോ, എന്റെ കച്ചവടം നടന്നത് നിന്റെ മാത്രം മാറ്റം നിന്റെ മക്കളുടെ കച്ചവടം നടന്നത്. എന്റെ കച്ചവടം നടത്തിയിട്ട് ഞാൻ കച്ചവടം ചെയ്തില്ല. നീ കച്ചവടം നടത്തുന്ന ഞാൻ ബോസിന്റെ അടുത്ത് ഞാനത് പറയടാ. നീ ബോസിന്റെ അടുത്ത് ഞാനിപ്പോ അടച്ചൊന്ന് എന്താ ചോദിക്കാം. നീ ആരാ? നീയാ? താനാരാ? ഞാനാരാന്ന്? താനാരാടോ? സാറേ ആരാ? എടോ, എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനാരാണോ? സാറിന്റെ പേരാണത്? പിന്നെ ഇതെന്റെ പേര്. സാർ മേഡത്തിന് ഈ സാധനമല്ല ഫ്രീ ആയിട്ട് ആദ്യം കൊടുത്തത് ഞാനാണ് സാർ. അല്ല അല്ല, അങ്ങനെയല്ല സാർ, അത് കറക്റ്റ്. അതായത് സാറിന്റെ ഭാര്യക്ക് ഈ സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തത് ഞാനാണ്. എന്റെ ഭാര്യ? സാറിന്റെ ഭാര്യക്ക് ഞാനാണ്. എന്റെ ഭാര്യ ജോലിക്ക് പോയേക്കോണ്. അമ്പടാ, ഭാര്യയെ ജോലിക്ക് വിട്ടേച്ച് വേറെ ഇവിടെ ഞങ്ങളുടെ വീട്ടു ജോലിക്കാരിയാണ്. ഇവിടെ കള്ളി എനിക്ക് ഫ്രീ ആയിട്ട് തന്നല്ലേ? തിരിച്ചു തരാം, തരാം അങ്ങോട്ട് തരാം. ഞാനൊരു കാര്യം നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല, എനിക്കൊരു സ്വഭാവം ഉണ്ടെന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നു. ഇതിപ്പോ എന്റെ കൈ ഇരിക്കുന്നു, ഇത് നിങ്ങൾ പിടിച്ചോണ്ടേ ഇരിക്കും. ഇങ്ങോട്ട് ഇപ്പൊ തരാം. വല്ല ജോലിക്ക് വല്ലതും പോകണടാ. പെൺകൊച്ചുള്ളത് കൊണ്ട് എടുത്തോണ്ട് പോയി. മനോജ്, മധു, ഇപ്പോൾ ഉള്ള പെണ്ണില്ലേ? യെസ്. ആ പെണ്ണിന് നമ്മൾ സാധനമൊക്കെ കൊടുത്തതിന് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഫ്രീ ആയിട്ട് കൊടുത്തതിന്? നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ മുതലാളി എന്താ പറഞ്ഞിരിക്കുന്നത്? കസ്റ്റമറിന്റെ ഹാപ്പിയാണ് നമ്മുടെ സംതൃപ്തി. കസ്റ്റമർ ഹാപ്പി ആയില്ലേ, പിന്നെ അത് പോരാ മനോജ്. അത് മതി മാറ്റോ.